നമസ്കാരം. എല്ലാ സജ്ജനങ്ങൾക്കും ദിവീസ് ഡിവൈൻ വേൾഡിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നാരായണ അഖില ഗുരു ഭഗവാൻ നമസ്തേ. ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം ശരണം ശരണം. ഗുരുവായൂർ തിരുവുത്സവം ഇങ്ങെത്തിപ്പോയി. വൈകുണ്ഠനാഥനായ ഗുരുവായൂരപ്പന്റെ ഉത്സവം തുടങ്ങുന്നത് ഈ വർഷം ഫെബ്രുവരി 28-ാം തീയതിയാണ്. കുംഭമാസത്തിലെ പൂയം നക്ഷത്രം രാത്രി വരുന്ന ദിവസമാണ് അമ്പലത്തിൽ കൊടിയേറ്റ് നടക്കുന്നത്. ഈ സമയങ്ങളിലെല്ലാം തന്നെ ദർശന നിയന്ത്രണം നടത്തുന്നതാണ്. അതുകൊണ്ട് ഭക്തജനങ്ങളെല്ലാം തന്നെ ഈ സമയക്രമം പാലിച്ചുകൊണ്ട് തന്നെ ദർശനം നടത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഫെബ്രുവരി 28-ന് ഈ കൊടിയേറ്റ് കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ ആനയോട്ടം എന്ന ചടങ്ങോടുകൂടിയാണ് ഉത്സവം ആരംഭിക്കുന്നത്. ഈ ആനയോട്ടത്തിനെ പറ്റിയുള്ള ഐതിഹ്യം നിങ്ങൾക്കറിയാമോ? പണ്ടൊരു കാലത്ത് ഗുരുവായൂരപ്പന് ആനയില്ലാത്ത ഒരു സമയം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഉത്സവം നടത്തുന്നതിന് വേണ്ടി തൃക്കണാവട്ടം ക്ഷേത്രത്തിൽ ആനയെ വേണമെന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ എന്തോ ചില സാങ്കേതിക കാരണങ്ങളാൽ ഉത്സവ ദിവസം ഗുരുവായൂരിൽ ആനയെ എത്തിക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ ഗുരുവായൂർ ഉത്സവത്തിനുള്ള അധികൃതരെല്ലാം വളരെ ദുഃഖത്തിലായിരുന്നു. ഗുരുവായൂരപ്പന് ആനയില്ലാത്ത ഒരു ഉത്സവമോ? അങ്ങനെ അവർ വിഷമിച്ചിരിക്കുമ്പോഴാണ് തൃക്കണാപുരം അമ്പലത്തിൽ നിന്ന് ആനകളെല്ലാം കൂടി ഉത്സവത്തിന്റെ ദിവസം ഓടി ഗുരുവായൂരപ്പന്റെ സന്നിധിയിലേക്ക് വരുന്നത്. അങ്ങനെ ഉത്സവം ഗംഭീരമായി നടത്തുകയും ചെയ്തു. ഇതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ആനയോട്ടം ഇന്നും നടത്തുന്നത്. തൃക്കണാമതിലകം ക്ഷേത്രത്തിൽ നിന്നും ആനകൾ ഓടി വന്ന് അന്ന് ഉത്സവം ഗംഭീരമാക്കിയെങ്കിൽ ഇന്ന് ഗുരുവായൂരപ്പന് അനേകം ആനകളാണ് ഉത്സവത്തിനായി ഓടാനായി ഒരുങ്ങി നിൽക്കുന്നത്. ഇന്ന് മഞ്ജുളാലിന്റെ അവിടെ നിന്ന് ഗുരുവായൂരപ്പന്റെ നടയിലുള്ള കൊടിമരത്തിലേക്ക് ആദ്യം ഓടിയെത്തുന്ന ആനയ്ക്കാണ് ഭഗവാന്റെ തിടമ്പ് ഏറ്റാനുള്ള അനുവാദം ലഭിക്കുക. ഇത് ഭഗവാൻ തന്നെ തിരഞ്ഞെടുക്കുന്ന ആനയാണെന്നാണ് വിശ്വാസം. അങ്ങനെ 10 ദിവസം നീളുന്ന ഉത്സവമാണ് ഗുരുവായൂരിൽ നടക്കുന്നത്. ഈ ഉത്സവത്തിനുള്ള പ്രധാനമായ പ്രത്യേകതകൾ എന്തെല്ലാമാണെന്ന് വെച്ചാൽ, ശരിക്കും